ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പ്രതിരോധിക്കാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ സിപിഐഎം. ഇന്നലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ഏരിയ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് സാഹചര്യം വിശദീകരിച്ചു. ഇന്ന് ജില്ലയിലെ ലോക്കൽ കമ്മിറ്റികളും യോഗം ചേരും. ജനറൽ ബോർഡുകൾ കൂടി അവസാനിച്ചാൽ 14, 15 തീയതികളിലായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം. അമ്പലപ്പുഴയിലെ പ്രതിഷേധം പുന്നപ്ര പറവൂരിൽ നടക്കും. വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ച് പാർട്ടി കുടുംബങ്ങളിലേക്കും സ്ക്വാഡുകൾ എത്തും. പ്രകോപനമുണ്ടാകാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പോൾ വളരെ കരുതലോടെയാണ് ജി സുധാകരനെതിരെ സിപിഎം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF-ലേക്ക് പോകുന്നു എന്നൊരു വിവരം അത് സിപിഎമ്മിന് ലഭിച്ചു കഴിഞ്ഞാൽ സിപിഎമ്മിന്റെ പ്രതികരണം അത് കുറച്ചുകൂടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കടുത്ത രീതിയിലായിരിക്കും സിപിഎം പിന്നെ സുധാകരനെതിരെ പ്രതികരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോഴും UDF ഒരു പരസ്യമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനുള്ള ഒരു സൂചനകളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സുധാകരനെതിരെ വലിയൊരു പടയൊരുക്കം ആലപ്പുഴയിൽ നടക്കുന്നു എന്ന് വേണോ നമ്മൾ കരുതാൻ? അനുശ്രീ, നേതൃത്വത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ച് ജി സുധാകരൻ കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാണ് പാർട്ടി വിടുകയും ഒപ്പം തന്നെ കൃത്യമായി തനിക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും എന്തുകൊണ്ട് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയി എന്ന് അണികൾക്ക് മുന്നിലേക്ക് വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിന് കൃത്യമായ കാര്യകാരണ സഹിതം കാര്യങ്ങൾ പാർട്ടിക്ക് താഴെത്തട്ടിലേക്ക് വിവരിക്കേണ്ടതായി വരും. അത് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നു. ഇന്ന് ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ജനറൽ ബോഡികൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ ഏരിയ കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം കമ്മിറ്റികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലേക്ക് പ്രവർത്തകരോട്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM-ന്റെ മുഖമായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഈ പാർട്ടി വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? പാർട്ടി അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിനോട് എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അത്തരമൊരു വിശദീകരണ യോഗം പോലെയാണ് ഈ ജനറൽ ബോഡികളും കമ്മിറ്റികളും ഒക്കെ നടക്കുന്നത്. അത് ജില്ലയിലെ മുഴുവൻ ഏകദേശം 200-ൽ പരം 250ഓളം ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റികളും ഉണ്ട്. ആ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും വഴി താഴേക്ക് ബ്രാഞ്ച് തലം വരെയുള്ള പ്രവർത്തകരിലേക്ക് ഇത് എത്തിക്കുക, ഈ ആശയങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി ആദ്യത്തെ പ്രാധാന്യം CPM കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ സ്ക്വാഡുകളായി പിരിഞ്ഞ് പാർട്ടി കുടുംബങ്ങളിലേക്ക് എത്തി ഈ സ്ക്വാഡുകൾ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ള രീതിയിലേക്ക് കൂടി തീരുമാനം ആയിട്ടുണ്ട്. ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് ചാരമൂടൊക്കെ ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഭാഗത്തൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, ജാഥകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ പല ഭാഗങ്ങളിലും പോസ്റ്റർ ഒട്ടിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ജി സുധാകരന്റെ വീടിന്റെ മുന്നിൽ വർഗ്ഗവഞ്ചകൻ എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ജി സുധാകരന്റെ വീടിന്റെ മുന്നിലേക്ക് പോയി അത്തരത്തിലുള്ള പോസ്റ്റർ ഒട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് പാർട്ടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൃത്യമായി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ജി സുധാകരൻ്റെ ഒരു ആലപ്പുഴയിലുള്ള ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ്. കാരണം അത്തരത്തിൽ ജനസമ്മതിയുള്ള ഒരാളാണ്. പാർട്ടി കേഡറുകൾക്ക് അപ്പുറത്തേക്ക് ആളുകളിലേക്കും ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രീതിയിൽ ആക്രമിക്കാൻ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വിലയിരുത്തൽ CPM-ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിരുവിട്ട രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടക്കരുതെന്നുള്ള നിർദ്ദേശം താഴത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം പാർട്ടിക്ക് ലഭ്യമാകുന്ന എല്ലാ വോട്ടുകളും, ഒരു വോട്ടുകൾ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായി പാർട്ടിക്ക് പോൾ ചെയ്യപ്പെടേണ്ട, CPM-ന് പോൾ ചെയ്യപ്പെടേണ്ട വോട്ടുകൾ അത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് CPM കടക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള വിശദീകരണ യോഗങ്ങൾ, ഒപ്പം തന്നെ സ്ക്വാഡുകൾ, ഒപ്പം കമ്മിറ്റികളെല്ലാം തന്നെ വിളിച്ചു കൂട്ടി സജ്ജമാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു CPM ജില്ലാ സെക്രട്ടറി എച്ച് MLA തന്നെയാണ് ഇവിടെ സിറ്റിംഗ് MLA തന്നെയാണ് സുധാകരനെതിരെ മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് CPM-നെ സംബന്ധിച്ചൊരു ടാസ്ക് അതിനകത്തുണ്ട്. കാരണം ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം ഉടലെടുത്താണ് അത്
വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ പരമാവധി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സംവിധാനങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അത് വളരെ ജാഗ്രതയോടെ CPM തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ ഫോണിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അത് പാർട്ടിക്കകത്തു തന്നെയുള്ള ഭിന്നത അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെ മറ്റു രീതിയിൽ സുധാകരന് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? കാരണം നേതൃത്വത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളിൽ പുകയുന്നുണ്ട്. ആ പുകച്ചിലുകൾ സുധാകരന് വോട്ടായി മാറാതിരിക്കാനുള്ള സാഹചര്യത്തെ പരമാവധി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഇടപെടലാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഇന്ന് ജനറൽ ബോഡി യോഗങ്ങൾ പൂർത്തീകരിക്കും. ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റി ലോക്കൽ LC യോഗങ്ങൾ ഇന്നും കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നീട് ഒരു പ്രത്യക്ഷമായ പ്രകടനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 14, 15 തീയതികളിലായി വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രവർത്തകരെ കൂട്ടിപ്പിച്ച് സംഘടിതമായി നടത്താനുള്ള തീരുമാനമുണ്ട്. അമ്പലപ്പുഴയിൽ, അതായത് ഈ നിയോജക മണ്ഡലമായ മത്സരം നടക്കുന്ന അമ്പലപ്പുഴയിൽ പറവൂരിലായിരിക്കും 14 വൈകിട്ട് പ്രകടനം നടക്കുക. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.